ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് നാരങ്ങ നീര്, ചെറുതായി കട്ട് ചെയ്ത കരിവേപ്പിൻ്റെ ഇല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചിട്ട് നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം അത് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് അത് വറുത്ത് കോരി മാറ്റാം. എന്നിട്ട് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി കുറേ എടുക്കുകയാണ് നല്ലത്, അപ്പോൾ അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇനി അത് നല്ലോണം ഒന്ന് വഴറ്റി വരുമ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മസാലപ്പൊടി കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരാര എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് കൂടിയും കുറഞ്ഞും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കെച്ചപ്പാണ്. 7 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ആ വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ആ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് ഫ്രഷ് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ള എള്ളുണ്ടെങ്കിൽ അതും ഒന്ന് ഇട്ട് കൊടുക്കുക. അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്